നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ കോൺഗ്രസിൽ നേതൃത്വം അറിയാതെ പുതിയ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമം തടഞ്ഞ് KPCC. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സംഗമം നടത്താനുള്ള നീക്കം തടഞ്ഞത് വിവരം ചോർന്നതോടെ. സംഗമം നിശ്ചയിച്ചിരുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത്. പഞ്ചായത്ത് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ലെന്ന് KPCC വിശദീകരണം. വീണ്ടും വിവാദത്തിന്റെ അണകെട്ടി മുല്ലപ്പെരിയാർ. ജലനിരപ്പ് കൂട്ടുമെന്ന വിജയ് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യാപക പ്രതിഷേധം. തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. മന്ത്രിതല ചർച്ചയ്ക്ക് ശ്രമിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 42 അടി പരമാവധി ജലനിരപ്പിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ കഴിഞ്ഞില്ലെന്നും മന്ത്രി. ഇന്നും നാളെയും മഴ ശക്തമായി തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട ആറന്മുള മേഖലയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് അതേപടി. വടക്കൻ കേരളത്തിൽ മഴ കുറഞ്ഞു. ഇടുക്കിയിൽ തുറന്ന ഡാമുകൾ അടയ്ക്കാറായില്ല. കട്ടപ്പനയിൽ കടകളുടെ മേൽക്കൂര തകർന്നു. മണ്ണിടിച്ചിൽ ജാഗ്രത തുടരുന്നു. തേൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പലിന് തിരിച്ചടി. 13 വർഷം മുമ്പ് സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. വിധി തേജ്പലിനെ 2021 കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഗോവ സർക്കാർ നൽകിയ അപ്പീലിൽ ശിക്ഷ ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. ശബരിമല നെയ്ക്രമക്കേടിൽ PS പ്രശാന്തും അജികുമാറും പ്രതികളാകും. നടപടി ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പ്രകാരം. മിൽമയ്ക്ക് കരാർ നൽകിയത് ടെൻഡർ അട്ടിമറിച്ച്. ദേവസ്വം ബോർഡിനുണ്ടായത് 2.3 കോടി നഷ്ടമെന്നും കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിലും പ്രതികളായ പ്രശാന്തും അജികുമാറും നിലവിൽ റിമാൻഡിൽ. മംഗളൂരു ശ്രീനിവാസ കോളേജ് റാഗിംഗ് കേസിൽ 5 മലയാളി സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. റാഗിങ്ങിന് ഇരയായതും മലയാളികൾ. 1-ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത് കറുത്ത ഷൂസ് ധരിച്ചതിന്റെ പേരിൽ. പ്രതികളായവരെ സസ്പെൻഡ് ചെയ്തെന്ന് കോളേജ് മാനേജ്മെന്റ്. പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് തർക്കം കോടതി കയറുമോ? വി കുഞ്ഞികൃഷ്ണൻ MLA-ക്കെതിരെ നോട്ടീസ് അയച്ചു മുൻ MLA TAE മധുസൂദനൻ. നോട്ടീസിൽ ആരോപണമുയർന്ന ഫണ്ടുകളുടെ കണക്കും. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. മധുസൂദനനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ആരോപണം ശരിയെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പിണറായി വിജയൻ താമസിച്ചിരുന്ന വാടക വീടിന് മുന്നിൽ ED-യെ തടഞ്ഞ 6 CPM-കാർക്ക് കൂടി ജാമ്യം. ജാമ്യം നൽകിയത് ഹൈക്കോടതി. പുറത്തിറങ്ങുന്നത് IP ബിനു അടക്കമുള്ളവർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയവരുടെ എണ്ണം 24ആയി. പത്തനംതിട്ടയിൽ വീണ്ടും പോക്സോ കേസ്. 10ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അച്ഛനും വീട്ടുടമയും അറസ്റ്റിൽ. ആകെ പ്രതികൾ 7. 3 വർഷമായി പീഡനത്തിന് ഇരയെന്ന കുട്ടി. വിദേശത്തുള്ള മറ്റൊരു പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി പോലീസ്. തലസ്ഥാനത്ത് യുവമോർച്ച മാർച്ചിൽ സംഘർഷം. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് PSC ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചവർക്ക് നേരെ ജലപീരങ്കി. അഭിമന്യു വധക്കേസിലെ 16 പ്രതികളും തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. ബോധപൂർവം മുറിവേൽപ്പിക്കൽ കുറ്റം ചുമത്തി പുതിയ കുറ്റവും തിങ്കളാഴ്ച പ്രതികളെ വായിച്ചു കേൾപ്പിക്കും. നേരത്തെ പ്രതികൾ ഹാജരാകാത്തതിൽ കോടതിക്ക് അതൃപ്തി. പിങ്ക് പോലീസിന്റെ പെട്രോളിംഗ് കാറിന് മുകളിൽ കയറി മദ്യപന്റെ അഭ്യാസ പ്രകടനം. സംഭവം തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിന് മുന്നിൽ. ഇറക്കിവിട്ടത് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. മദ്യപൻ കാറിന് മുകളിൽ കയറിയത് പോലീസുകാർ പുറത്തിറങ്ങിയ സമയത്ത്. പാർലമെന്റ് മഴക്കാല സമ്മേളനത്തിന്റെ 14ാം ദിവസവും ഇരുസഭകളും ബഹളമയം. 2 മണിവരെ നിർത്തിവെച്ചു. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ പോലീസ് നേരിട്ടതിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം. പ്രതിപക്ഷ പാർട്ടികൾ ശ്രീരാമനെ അപമാനിക്കുന്നെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. മലയാളികൾക്ക് അഭിമാനമായി ബഹിരാകാശത്ത് നടക്കാൻ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ
അനിൽ മേനോൻ. ചരിത്ര ദൗത്യം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:05. ലക്ഷ്യം ബഹിരാകാശ കേന്ദ്രത്തിൽ സോളാർ പാനൽ നിർമ്മാണം. അനിലിന്റെ ദൗത്യം 7 മണിക്കൂർ നീളും. ഹോർമുസ് തുറക്കാനുള്ള ധാരണയിലേക്ക് ഇറാനും ഒമാനും. മൂന്നാം കക്ഷിയെ ഒഴിവാക്കിയുള്ള കരാർ അന്തിമഘട്ടത്തിലേക്ക്. റഷ്യയും ചൈനയും ഒഴികെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് 7% ഫീസ് ഏർപ്പെടുത്തണമെന്ന് ഇറാൻ. ചുങ്കം അംഗീകരിക്കാൻ തയ്യാറാകാതെ അമേരിക്ക. വിശദമായി നോക്കാം. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് നീക്കം. KPCCയോ DCC നേതൃത്വമോ അറിയാതെയാണ് കൂട്ടായ്മ രൂപീകരണം. രഹസ്യ നീക്കം ചോർന്നതോടെ KPCC ഇടപെട്ട് വിലക്കി. കോൺഗ്രസ് UDF അംഗങ്ങൾ പങ്കെടുക്കരുതെന്ന് DCC പ്രസിഡന്റുമാർക്ക് കത്തയച്ചു. ഓഗസ്റ്റ് 5 തിരുവനന്തപുരത്തായിരുന്നു സംഗമം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പഞ്ചായത്ത് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് കഴിയാത്തതിനാലാണ് യോഗത്തിന് അനുമതി നൽകാതിരുന്നതെന്ന് KPCCയുടെ വിശദീകരണം. ഡാൻ കുര്യനുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇങ്ങനൊരു നീക്കത്തിന് കാരണം എന്താണ്? അതൃപ്തി രൂക്ഷമാവുകയാണോ? ഇതെങ്ങനെയാണ് പുറത്തു വന്നത്? വിശദാംശങ്ങൾ. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകളിലെ കോൺഗ്രസ് അംഗങ്ങളുടെ രഹസ്യ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള നീക്കമാണ് ഒരു വിഭാഗം നടത്തിയത്. പക്ഷേ KPCC നേതൃത്വത്തെയോ DCC നേതൃത്വങ്ങളെയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടക്കേണ്ടിയിരുന്ന ഈ കൂട്ടായ്മ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. KPCC നേതൃത്വം വിഷയത്തിൽ ഇടപെട്ട് പഞ്ചായത്ത് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇത്തരം കൂട്ടായ്മകൾ ചേരുന്നത് അനൗചിത്യമാണ്. അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അത്തരത്തിൽ ഒരു അറിവ് നൽകിയിട്ടില്ല, അനുവാദം നൽകിയിട്ടില്ല. അനുവാദമില്ലാതെ ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിക്കാനോ ഇങ്ങനെയൊരു KPCC നിർദ്ദേശം സർക്കുലറായി DCC ഭാരവാഹികൾക്കും അതോടൊപ്പം പാർട്ടിയുടെ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കും നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മഴയെ തുടർന്നാണ് എന്ന ഔദ്യോഗിക വിശദീകരണവുമായി യോഗം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിനാലാണ് യോഗം മാറ്റിവെച്ചത് എന്ന വിശദീകരണമാണ് KPCC നേതൃത്വം നൽകുന്നത്. അതേസമയം പാർട്ടിയിലെ ഒരു വിഭാഗം ബോധപൂർവ്വം നടത്തിയ നീക്കമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ രഹസ്യമായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന സൂചനകൾ. ശരി, DCCയോ KPCCയോ അറിയാതെ ഇങ്ങനൊരു നീക്കം, കോൺഗ്രസിലൊരു പുതിയ നീക്കം നടത്താനായിരുന്നു ശ്രമം. ഓഗസ്റ്റ് 5 നടത്താനായിരുന്നു ശ്രമം. പക്ഷേ അത് തടയുകയായിരുന്നു. എന്തായാലും രഹസ്യ നീക്കം ചോർന്നു. അതോടെയാണ് KPCC ഇടപെട്ട് ഇക്കാര്യം വിലക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു കൂടിയാലോചനാ യോഗം എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 CPM പ്രവർത്തകർക്ക് കൂടി ജാമ്യം. IP ബിനു ഉൾപ്പെടെയുള്ളവർക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഇതോടെ കേസിൽ 24 പ്രതികൾക്ക് ജാമ്യം കിട്ടി. ED ആക്രമിച്ച കേസിൽ തിരുവനന്തപുരം പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു അടക്കം 6 പേർക്ക് കൂടി ഹൈക്കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇതോടെ കേസിൽ ജാമ്യം ലഭിക്കുന്നത് 24 പേർക്കാണ്. ഒരാൾക്ക് തിരുവനന്തപുരം സെഷൻസ് കോടതിയും മറ്റ് 23 പേർക്ക് ഹൈക്കോടതിയുമാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകാനുള്ള പ്രധാന പരിഗണനയായി കണക്കാക്കിയിരിക്കുന്ന അന്വേഷണം ഗണ്യമായി പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ തുടരേണ്ടുന്ന സാഹചര്യമില്ല, ജാമ്യം നിഷേധിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ. അതുമാത്രമല്ല, ഇതിൽ ഈ ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് EDയും സർക്കാരും കോടതിയിൽ എതിർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഹൈക്കോടതി 6 പേർക്ക് കൂടി ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും CPMന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതേസമയം സാക്ഷികളെ സ്വാധീനിക്കരുത്, സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത്, അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം തുടങ്ങിയ കർശനമായ ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. PSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു.
അഭിമന്യു വധക്കേസിലെ 16 പ്രതികളും തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നിർദ്ദേശം. IPC 323 കുറ്റം കൂടി ചുമത്താനും അനുമതി നൽകി. പുതിയ കുറ്റം പ്രതികളെ വായിച്ചു കേൾപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രതികൾ ഹാജരാകാത്തതിൽ കോടതിയുടെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കേസിൽ തുടർ നടപടികളിലേക്ക് തിങ്കളാഴ്ച കടക്കും. SFI നേതാവ് അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു വകുപ്പ് കൂടി ചുമത്താൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. IPC 323 കൂടി പ്രതികൾക്കെതിരെ ചുമത്താനാണ് കോടതിയുടെ നിർദ്ദേശം. IPC 323 പ്രകാരം സിമ്പിൾ ഹേർട്ടാണ്, അതായത് ആക്രമണത്തിൽ പരിക്കേൽപ്പിക്കലാണ്, കൊലപാതകം, ഗൂഢാലോചന, അന്യായമായി തടഞ്ഞുവെക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾക്കൊപ്പം ഈ വകുപ്പ് കൂടി അഡീഷണലായി ചുമത്തുമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അത് മാത്രമല്ല, ഈ പുതിയ കുറ്റം പ്രതികളെ വായിച്ചു കേൾപ്പിക്കുകയും വേണം. ഇന്ന് പ്രതികൾ ആരും കോടതിയിൽ ഹാജരായിരുന്നില്ല. 16 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. 16 പ്രതികളും ഹാജരാകാത്തതിൽ കോടതി കഠിനമായ അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഈ പുതിയ കുറ്റം കോടതി നിർദ്ദേശത്തെ തുടർന്ന്, അതായത് പുതിയ കുറ്റം ആഡ് ചെയ്തത് പ്രതികളെ വായിച്ചു കേൾപ്പിക്കേണ്ടെന്ന സാഹചര്യമുണ്ട്. അത്തരം ഔദ്യോഗികമായിട്ടുള്ള ഒരു നീക്കത്തിന് ശേഷമായിരിക്കും സാക്ഷി വിസ്താരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാവുക. ഇന്ന് സാക്ഷി വിസ്താരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടിയന്തരമായി കടക്കാനിരിക്കുകയാണ് പ്രതികളാരും കോടതിയിൽ ഹാജരാകാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 16 പ്രതികളും തിങ്കളാഴ്ച നിർബന്ധമായും ഹാജരാകണമെന്നാണ് കോടതി കർശന നിർദ്ദേശമായി ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് അമ്മ ഭൂപതി നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി 4 മാസത്തിനകം വിചാരണ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വിചാരണ നടപടികൾ അടിയന്തരമായി ആരംഭിക്കാനുള്ള നീക്കം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇന്ന് പ്രതികൾക്ക് ഹാജരാകാത്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കേസ് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് നീണ്ടുപോയി. വീണ്ടും അമ്മയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 മാസത്തിനകം കേസ് പൂർത്തിയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. 8 വർഷമായ ശേഷം, അഭിമന്യു കൊല്ലപ്പെട്ട ശേഷം 8 വർഷമായ ശേഷമാണ് വിചാരണ നടപടികളിൽ തന്നെ ഇത്ര അധികം വൈകുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് അമ്മ ഭൂപതി കോടതിയിലെത്തിയത്. 2018 ജൂലൈ 2-നാണ് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി SFI നേതാവുമായ അഭിമന്യു കൊല്ലപ്പെടുന്നത്. ചുവർ എഴുത്തുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇതുമായി ഒരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നതും ക്യാമ്പസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നതും. ഇതിൽ ക്യാമ്പസ് ഫ്രണ്ട് അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട്, SDPI തുടങ്ങിയ പ്രവർത്തകരടക്കമുള്ളവരാണ് പ്രതിസ്ഥാനത്തുള്ളത്. അതിനിടെ വിചാരണ നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ കോടതിയിലെത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതൊക്കെ തള്ളിയ ശേഷമാണ് ഹൈക്കോടതി അടിയന്തരമായി വിചാരണ നടപടികളിലേക്ക് കടക്കണം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്നുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ ഭാഗമായാണ് അടിയന്തരമായി നടപടികൾ പൂർത്തിയാക്കാനുള്ള നീക്കത്തിൽ കോടതി വിചാരണ നടപടികൾ തുടങ്ങാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പുതിയ വകുപ്പ് കൂടി ചേർത്തത്, പ്രതികളെ വായിച്ചു കേൾപ്പിക്കുന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുള്ളത്. IPC 323 പുതുതായി ചേർത്തിട്ടുള്ള വകുപ്പ്. അതും ശേഷം ഇതിന് ഈ പുതിയ കുറ്റം ചേർത്തത് കൂടി വായിച്ചു കേൾപ്പിച്ച ശേഷമായിരിക്കും സാക്ഷി വിസ്താരം അടക്കമുള്ള വിചാരണ നടപടികളിലേക്ക് കടക്കുക. അത് മാത്രമല്ല, കുറ്റം ഇവർക്ക് ചുമത്തൽ, അതായത് പ്രതികൾക്ക് നേരെയുള്ള കുറ്റം ചുമത്തൽ, അത് ഫ്രെയിമിംഗ് ഓഫ് ചാർജ് ഘട്ടത്തിൽ പ്രതികളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നതിനാൽ കോടതി കഠിനമായ അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും തിങ്കളാഴ്ച കോടതിയിൽ 16 പ്രതികളും ഹാജരാകണമെന്നാണ് നിർദ്ദേശം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടുമായി മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചയ്ക്ക് ശ്രമിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൗർഭാഗ്യകരം. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 142 അടി നിലനിർത്തുന്നത്. ഇതിൽ മാറ്റം വരുത്താൻ കേരളത്തിലോ തമിഴ്നാടിനോ അധികാരമില്ലെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് സർക്കാരുമായി ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾക്ക് കേരള സർക്കാർ ശ്രമം നടത്തുന്നതാണ്. അത് തമിഴ്നാട് എങ്ങനെ അതിനോട് നിലപാടെടുക്കുമെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാരുമായി, തമിഴ്നാട് മുഖ്യമന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് കേരളം പരിശോധിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഇക്കാര്യങ്ങളിൽ കേരളത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കും. ഇന്നലെ തമിഴ്നാടിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്ന ശേഷം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ പ്രശ്നം സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള അടിയന്തര യോഗം ചേർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനും
കേരള ജനതയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്താനും കഴിയുന്ന വിധത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നം അഭിപ്രായ സമന്വയത്തോടെ പരിഹരിക്കണം. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വ്യക്തത. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് അനാവശ്യ പ്രകോപനം ഉണ്ടാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. പുതിയ തമിഴ്നാട് സർക്കാർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് മുല്ലപ്പെരിയാർ. വളരെ പ്രകോപനപരമായ പ്രഖ്യാപനമാണ് ബജറ്റ് പ്രസംഗത്തിൽ തമിഴ്നാട് സർക്കാർ ആവർത്തിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ കാർഷിക ബജറ്റ് അവതരണത്തിനിടെ കാവേരി ജലവിഷയം ഉയർത്തി കറുത്ത വേഷം ധരിച്ച് DMK അംഗങ്ങളുടെ പ്രതിഷേധം. കാവേരി നദിയിലെ വെള്ളത്തിൽ തമിഴ്നാടിന് അവകാശപ്പെട്ട വിഹിതം ഉറപ്പിക്കുന്നതിൽ TVK സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഒപ്പം കാവേരി നദിയിൽ കർണാടക സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതിയെ എതിർക്കുന്നതിൽ TVK സർക്കാർ പരാജയപ്പെട്ടെന്നും DMK ആരോപിച്ചു. പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ തുടങ്ങി 14ാം ദിവസവും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടും അയോധ്യ സംഭാവന കൊള്ള വിഷയം ഉയർത്തിയുമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ശ്രീരാമനെ നിരന്തരം എതിർക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. You give a notice, proper notice, I will call you on that subject. Please take your seat. Sir. You give a notice. I give a notice. I already given 267. I already given. We can, you can raise your voice. Sir. Yes. Sir. I given today. Sir. കിരൺ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. കിരൺ, ഇപ്പോൾ പാർലമെന്റ് പ്രക്ഷുബ്ധമാവുന്നത് സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. ഇപ്പോൾ 2 മണിവരെ സഭ നിർത്തിവെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നു. വിശദാംശങ്ങൾ എങ്ങനെ? മൺസൂൺ സെഷൻ തുടങ്ങി 14ാം ദിവസവും പാർലമെന്റ് നടപടികൾ ഏറെക്കുറെ സമാനമായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് രാവിലെ പാർലമെന്റ് ഇരുസഭകളും തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി എഴുന്നേറ്റിരുന്നു. പ്രതിപക്ഷം പ്രധാനമായും 2 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഒന്ന്, CJPയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പോലീസ് അതിക്രമമുണ്ടായി. ഈ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണം എന്നുള്ള ആവശ്യമായിരുന്നു. ഈ അതിക്രമം ഉണ്ടായ ദിവസം മുതൽ പ്രതിപക്ഷം ആവർത്തിച്ച് ഉന്നയിക്കുന്ന വിഷയമാണ്. ഇന്നും അതേ വിഷയം ഉന്നയിച്ചു. പക്ഷേ സർക്കാർ അതിന് വഴങ്ങിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അയോധ്യയിലെ സംഭാവന കൊള്ള വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു. ആ വിഷയത്തിലും സർക്കാർ അതിന് വഴങ്ങിയില്ല. ഇതേ തുടർന്ന് തുടർച്ചയായ പ്രതിഷേധം രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായി. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് ഇരുസഭകളും ഇന്ന് 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം FCRA നിയമ ഭേദഗതി ബില്ലാണ്. FCRA നിയമ ഭേദഗതി ബിൽ ഇന്നോ നാളെയോ ഒക്കെ ബിൽ ഏത് ദിവസത്തിനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ, സഭയുടെ പരിഗണനയിൽ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം എന്നറിയുന്നു. അത്തരം സൂചനകളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിലവിൽ ബിൽ അവതരിപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥകളോടുള്ള ബിൽ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇതിനിടയിൽ സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാനായി പ്രതിപക്ഷ നേതാവുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അമിത്ഷായുടെ പ്രസ്താവന നടത്തണം. ഇത്രയും രാജ്യത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട ഇത്രയും വലിയൊരു വിവാദപരമായ പോലീസ് നടപടി ഉണ്ടായി. ആ നടപടിയിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തേണ്ടതാണ്. ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അയോധ്യ സംഭാവനക്കുള്ള രാജ്യത്തെ ആകെ പിടിച്ചുള്ളിച്ച വലിയൊരു വിഷയമാണ്. ഈ വിഷയത്തിലും ചർച്ച വേണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ സമവായം പ്രതിപക്ഷവും ഭരണപക്ഷവുമായി ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇനി ഡീലിമിറ്റേഷൻ ബില്ലാണ്. ഡീലിമിറ്റേഷൻ ബില്ല് ഓഗസ്റ്റ് 16 മുതൽ 3 ദിവസമായി ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ സഭ ആലോചിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി തുറക്കാൻ ധാരണയിലേക്ക് ഇറാനും ഒമാനും. 3ാം കക്ഷി ഒഴിവാക്കി ഹോർമുസിൽ ഇറാന് മേൽക്കൈ നൽകുന്ന കരാർ അന്തിമഘട്ടത്തിലാണ്. റഷ്യയും ചൈനയും ഒഴികെയുള്ള രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് 7% ഫീസ് ഏർപ്പെടുത്തണമെന്ന നിലപാടിലാണ് ഇറാൻ. 3% ഫീസ് ഈടാക്കണമെന്ന് ഒമാനും ആവശ്യപ്പെടുന്നു. ഫീസ് നിബന്ധന അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ജൂൺ 17 ഒപ്പുവെച്ച ഇറാൻ US വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ ഹോർമൂസിൽ താൽക്കാലിക പരിഹാരം അനിവാര്യം. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് പുതിയ ക്രമീകരണങ്ങൾ സംബന്ധിച്ച ഇറാനും ഒമാനും ധാരണയിലെത്തി. വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സംയുക്ത പ്രസ്താവന ഉടനുണ്ടാകും. ഹോർമൂസ് കടലിടുക്കിലൂടെ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കപ്പലുകളും ഇറാൻ തീരത്തോട് ചേർന്നുള്ള വടക്കൻ പാതയിലൂടെ സഞ്ചരിക്കും. മടങ്ങുന്ന കപ്പലുകൾ ഇറാൻ അനുമതിയോടെ ഒമാൻ തീരത്തോട് ചേർന്ന പാത ഉപയോഗിക്കും. 60 ദിവസത്തെ കാലയളവിൽ ടോളോ ഫീസോ ഈടാക്കില്ല. ഇങ്ങനെ ഇറാന്റെ പരമാധികാരം ഉറപ്പിക്കുന്ന അവർക്ക് മേൽക്കൈയുള്ള കരാറെന്നാണ് റിപ്പോർട്ടുകൾ. 7% ഫീസ് ഭാവിയിൽ ഇറാൻ ഈടാക്കുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. ചൈന, റഷ്യ ഒഴികെയുള്ള രാജ്യങ്ങൾ വാണിജ്യ കപ്പലുകൾക്ക് ഈ ഫീസ് നൽകണം. ഒമാനും 3% ഫീസ് ഈടാക്കാനുള്ള നീക്കങ്ങളിലെന്നാണ് വിവരം. എന്നാൽ ഫീസ് നിബന്ധന അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. എന്തായാലും 60 വർഷമായി തുടരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായാവും ഇനി ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം. ഇറാൻ ഒമാൻ ചർച്ചകളിലെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ടുകൾക്ക് പിന്നാലെ എണ്ണവിലയിൽ ഇടിവുണ്ട്. ബാരലിന് $79.08. സ്വർണ്ണവില ഉയർന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ തന്റെ ആദ്യ ബഹിരാകാശ നടത്തത്തിന് ഒരുങ്ങുന്നു. ഇന്ത്യൻ സമയം ഇന്ന് വൈകുന്നേരം 6:05 നിർണായകമായ ചരിത്ര ദൗത്യം ആരംഭിക്കുന്നത്. പരിചയസമ്പന്നയായ ബഹിരാകാശ യാത്രികയും സ്റ്റേഷൻ കമാൻഡറുമായ ജെസിക്ക മേയറിനൊപ്പമാണ് ഫ്ലൈറ്റ് എഞ്ചിനീയറായ അനിൽ മേനോൻ ക്വസ്റ്റ് എയർലോക്കിൽ നിന്ന് പുറത്തുകടന്ന് സ്പേസ് വാക്ക് നടത്തുന്നത്. പെലിമഴ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. നാളെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോട്ടയം ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനം വന്നതോടെ പ്രധാന വഴികളിൽ നിന്ന് ഉൾപ്പെടെ ഇറങ്ങി. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. പ്രധാന നദികളിൽ എല്ലാം ജലം മുന്നറിയിപ്പ് നിരപ്പിലും താഴേക്ക് എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് മഴ ഒന്ന് കുറഞ്ഞു, പക്ഷേ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. നദികളിലൊക്കെ ജലനിരപ്പ് താഴാൻ തുടങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിലും കിഴക്ക് പാല ഉൾപ്പെടെയുള്ള മേഖലകൾ ഏതാണ്ട് സേഫായി മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമരകം റോഡിലാണ്. ഇവിടെ ഇപ്പോഴും പ്രധാന വഴിയാണിത്, പക്ഷേ ഇവിടെ ഇപ്പോഴും വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. ഇതുവഴി പക്ഷേ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് കുമരകം വഴി എന്നാണ് പുതിയ വിവരം. പക്ഷേ ചെറുവാഹനങ്ങൾ ചിലയിടത്ത് കൂടി അവർക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. അതായത് ചിലയിടത്ത് ആഴം കൂടുതലുള്ള പ്രദേശമുണ്ട്. വീടുകളിലെല്ലാം മിക്കവാറും ഇത്തരം പ്രദേശങ്ങളിലെ വീടുകൾ, ഇത് പ്രധാന വഴിയാണ്, ഇവിടെ വീടുകളിലെല്ലാം വെള്ളക്കെട്ട് തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ ഇവിടെ ഈ റോഡിൽ നിന്ന്, പ്രധാന വഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളം വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോകുന്ന നിലയുണ്ട്. ഈ ഇടവഴികളിലെയൊക്കെ സാഹചര്യവും സമാനമാണ്. പലയിടത്തും വെള്ളമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലൊക്കെയും വെള്ളമുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഉൾപ്രദേശത്തൊക്കെ? അങ്ങോട്ടൊക്കെ ഭയങ്കര വെള്ളം. അത് കുറേ ദിവസം പിടിക്കുമല്ലേ? നല്ലപോലെ പിടിക്കും. ഇന്നലെയൊക്കെ ഈ റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് വരെയും ഒക്കെ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വെള്ളം കുറഞ്ഞിരുന്നു. പക്ഷേ ഇതാ നോക്കൂ, ഇടവഴിയിൽ സമാന സ്ഥിതിയല്ല ഉള്ളത്. അവിടെ വെള്ളക്കെട്ട് തന്നെ തുടരുകയാണ്. അതായത് കോട്ടയത്തിൻ്റെ ഒരു പൊതുസ്ഥിതി സ്ഥിരമായി ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ചിലയിടത്ത് ഒരാഴ്ചയെങ്കിലും പിടിക്കും, ചിലയിടത്ത് ആഴ്ചകളോളം പിടിക്കും പൂർണ്ണമായും വീടിനുള്ളിൽ നിന്നുള്ള വെള്ളം. ആ ചേട്ടൻ പറഞ്ഞ പോലെ അവിടെ നിന്നൊക്കെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ ഇനിയും ദിവസം പിടിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതാണ് പൊതുവെ കോട്ടയത്തിൻ്റെ ഒരു സാഹചര്യം. മഴ മാറി നിൽക്കുന്നില്ല പൂർണ്ണമായിട്ടും, പക്ഷേ എന്നാലും ഈ തുടർച്ചയായി മഴയില്ലാത്തതൊക്കെ ഒരു ആശങ്ക കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ദുരിതം കോട്ടയം താലൂക്കിൽ എന്തായാലും ദുരിതം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. 4-ാം മൈലിലാണ് അപകടം. തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. ശക്തമായ മഴയിൽ ഇടുക്കി കട്ടപ്പന ലബ്ബക്കിടയിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂര തകർന്നു വീണു. വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ശബ്ദം കേട്ട് കടയിൽ ഉണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ ആർക്കും പരിക്കില്ല. മഴവെള്ളം ഇറങ്ങി വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ നശിച്ചു. മലപ്പുറം കൊണ്ടോട്ടി, ചീക്കോട്, മുണ്ടക്കൽ നിവാസികളെ ആശങ്കയിലാക്കി കുറുവാമ്പ്ര മലയിലെ ചെങ്കൽ ക്വാറികൾ. മലമുകളിൽ നിരവധിയിടങ്ങളിലാണ് അനുവാദമില്ലാതെ ക്വാറികൾ പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കൂട്ടിയിട്ട മണ്ണ് വിണ്ടുകീറി താഴേക്ക് ഇടിഞ്ഞു വീഴുമോ എന്ന പേടിയിലാണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് കുന്നിന്റെ മുകളിലെ ക്വാറികളുടെ കാഴ്ച. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കൊണ്ടോട്ടിയിലെ മുതുവല്ലൂർ, ചീക്കോട് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയാം, ഒരു മലയുടെ മുകൾ ഭാഗം മുഴുവൻ ഇവിടെ പൂർണ്ണമായിട്ടും ചെങ്കൽ ക്വാറി മാഫിയ കയ്യേറിയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്താൽ ഇവിടെ മല മുഴുവൻ തുരന്നെടുത്ത അവസ്ഥയിലാണ്. അതിനൊക്കെ അപ്പുറത്ത് ഈ പ്രദേശത്തുകാരുടെ വലിയ ഭീഷണി എന്നാൽ ഇതാണ്, ഈ കല്ലെടുത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള മണ്ണ്
അത് കൂട്ടിയിട്ടത് ഒരു ഭാഗത്ത് കൂന പോലെ നിൽക്കണം. അവിടെയാണ് ഇപ്പോൾ വലിയൊരു വിള്ളൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയൊരു വിള്ളൽ. ഇതിൽ കുറേയൊക്കെ ഈ ക്വാറി നടത്തിപ്പുകാർ അടച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനപ്പുറത്ത് വെള്ളം കൂടുന്തോറും, ഭാരം കൂടുന്തോറും സ്വാഭാവികമായിട്ടും താഴേക്ക് പൊട്ടി വീഴുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. അത് വലിയ തോതിൽ തന്നെ ഈ ഒരു പ്രദേശത്ത്, ഈ മലയുടെ താഴത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മോടൊപ്പം പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ചേട്ടത് കണ്ണമ്പ്രം, ഏത് മലയുടെ പേരെന്തത്? കുറുവാമ്പ്രമല. അപ്പോൾ ശരിക്ക് ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇവരുടെ ഈ ചെങ്കൽ ക്വാറിക്കാരുടെ പ്രവർത്തനം കാരണം ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലെത്തി. അതെ, എപ്പോഴും വേണമെങ്കിലും ഇടിഞ്ഞു വീഴാനുള്ള അവസ്ഥയാണ്. ഒരു 100 വീടുകൾ ഇതിൻ്റെ ചോടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഭീഷണിയാണ്. പക്ഷേ ആരും ഇങ്ങോട്ട് കയറി എത്താൻ തന്നെ അത്രയും ബുദ്ധിമുട്ടാണ്. ഈ സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ആരും വരാറില്ല. അപ്പോൾ അവർക്ക് ആരും കയറ്റവുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് സുഖമായിട്ട് ഈ കല്ല് വെട്ടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇതിന് അനുവാദം ഉണ്ടോ? അനുവാദം ഇല്ല എന്നാണ് ഇപ്പം വില്ലേജ് ഓഫീസർ ചെറിയ ഒരു 20-10 സെൻറ്റ് സ്ഥലത്തിന് ഒരു അനുവാദം വാങ്ങും, എന്നിട്ട് മൊത്തം വെട്ടും. എത്ര ഏക്കറുണ്ടല്ലേ? അതെ, ഏക്കർ കണക്കിനുണ്ട്. ആദ്യം ഇവിടെ ഒരു തെങ്ങും തോട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വിള്ളൽ വലിയ ആശങ്കയാണല്ലോ അല്ലേ? വലിയ ആശങ്കയാണ്. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരമാണ് ഇത് കണ്ടത്. ആരോ കയറിയപ്പോൾ അത് കണ്ടതാണ്. അത് കണ്ട സമയത്ത് ഇവിടെ താമസക്കാർ മുഴുവൻ ഇവിടെ കയറി വന്നിട്ട് ഇത് പരിശോധിച്ച് നോക്കി. പിറ്റേന്ന് വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്ന് അളന്ന് ഒക്കെ അവരോടൊക്കെ വിവരം കൊടുത്തതാണ്. മുമ്പ് ഇവിടെ മണ്ണിടിച്ചിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തൊട്ട താഴെ ഉണ്ടായിട്ടുണ്ട്. 4-5 വീട്, ഇവരെ വീടുകളൊക്കെ പോയതാണ്. ഈ 2018 വലിയ പ്രശ്നമായത് അന്ന് 2 വീടിന്റെ സൈഡ് ഭാഗം ഫുള്ള് പോയിട്ടുണ്ട്. 5 പോസ്റ്റ് KCB പോസ്റ്റ് പോയിട്ടുണ്ട്. ഏകദേശം 10-20 സെന്റ് സ്ഥലം തന്നെ മുകളിൽ കീഞ്ഞോട് പോകുന്നതാണ് അന്ന് സംഭവിച്ചത്. അതിന്റെ ശേഷം പിന്നെ വീട്ടിന് 2020 കഴിഞ്ഞ് ഇങ്ങോട്ട് ശേഷം വീട്ടിന് 4-5 കൊല്ലം സ്റ്റോപ്പായിന്. ഇപ്പൊ അവർ ഇട്ട ഈ മണ്ണും കണ്ടില്ലേ, ഇവിടെ ആകെ സേഫ്റ്റിക്കുള്ള ആ തിണ്ട് മാത്രമേ ഉള്ളൂ. ആ തിണ്ട് പൊട്ടി കഴിഞ്ഞാൽ താഴെ ഫുള്ള് പോകും. കാരണം അത്ര സ്ലോപ്പാണ് താഴോട്ടാണ് വീടും റോഡും. ഇപ്പം കീശ്ശേരി വെടണപ്പാറ റോഡ് പോണ ഈ താഴ്ന്ന പ്രദേശത്താണ്. പക്ഷെ അത് പൊട്ടി കഴിഞ്ഞാൽ ഫുള്ള് പോകും. ഏകദേശം ഒരു 300-400 കിലോമീറ്റർ മീറ്റർ താഴോട്ട് പോകും ഇത് ഫുള്ള് പൊട്ടി കഴിഞ്ഞാൽ. ഇത് തന്നെ 20 മീറ്ററിന്റെ ഒരു ഇട്ടാണ് മണ്ണ്. അന്ന് ഇവിടെ വന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂ, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യും. എന്താ വെച്ചാൽ അപകട ഭീഷണി ഉണ്ട് നമ്മുടെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, കല്ല് വെട്ടുന്നുള്ളത്. ആ സമയത്ത് വെട്ടുമ്പോൾ ഈ കുയ്യ് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച്, വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് അത് നമ്മളെ ചെറിയ രീതിയിലൊക്കെ ഒരു പേടിപ്പിച്ചിട്ടുണ്ടായിന്. പിന്നെ രണ്ടാമത് വന്ന് നോക്കുമ്പോഴാണ് ഒരു മണ്ണിട്ടത്. ഈ മണ്ണിട്ടാൽ എന്തായാലും തള്ളും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതും. ഇത് അത്രയും മണ്ണ് കണ്ടു കൂട്ടി, ലോഡ് കണക്കിന് മണ്ണ് അവിടെ ഫുള്ള് കാണുന്നത്. ഈ മണ്ണ് അവരോട് പറയുന്നുണ്ട് ഇവിടെ ഇടാൻ പറ്റൂല, കൂട്ടി ഇവിടെ കൊണ്ടുപോകണം ഒക്കെ പറയുന്നുണ്ട്. അത്രയും മണ്ണ് അവർ ഇവിടെ ഇതാക്കിയിട്ടത്. ഇത് ശരിക്ക് നിങ്ങളൊക്കെ പരാതിപ്പെട്ടിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇതിലൊന്നും? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണെന്ന് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ ഉൾക്കള്ളികൾ എന്തൊക്കെയാണ്, ക്യാഷ് വാങ്ങണ്ടോ, പുറത്തുനിന്ന് ആരൊക്കെ എന്തൊക്കെ വാങ്ങണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു അറിവൊന്നുമില്ല. എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ? എന്താ ഇതിൽ? ഇത് നിൽക്കണം. ഇതിവിടെ ഇനി ഇങ്ങനെ തുറന്നു പോകാൻ പറ്റൂല. അതന്നെ, അതിനെന്താ വേണ്ടത് വെച്ചാൽ അത് ചെയ്യണം. അതിന് അധികാരികൾ അനുവാദം ഇല്ലാതെയുള്ള വെട്ട് നിർത്തിയില്ലെങ്കിൽ വലിയ ഭീഷണിയായിരിക്കും. അതെ, ഇത് മണ്ണ് മൊത്തം നീക്കി ഇതിന് മല ലെവലടിച്ച് നിരപ്പടിച്ച് തരണം. എന്നാൽ മാത്രമേ ഇതിന്റെ അപകട ഭീഷണി ഒഴിവാവുള്ളൂ. വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധത്തിന് വലിയ മോളിക്കൊക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ മോളിക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയമായതുകൊണ്ടേ എങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് നീങ്ങാനുള്ളൊരു ഇത് തന്നെയാണ് ഉള്ളത്. എന്താ വെച്ചാൽ ഈ കോലത്തിൽ ഇപ്പോൾ എല്ലാവരും കാണുന്നതാണല്ലോ ഈ മൺകൂന ഇവിടെ കൂട്ടിയിട്ടത്. ഇതൊക്കെ കൂടെ അടിയിക്ക് വന്നാൽ എന്തൊന്നും നമ്മൾ മുണ്ടക്കൽ അങ്ങാടി വരെ ഇത് പോകുന്നുള്ള 100% ഉറപ്പാണ്. നമ്മൾ ചൂരൽമലയിൽ സംഭവിച്ചതിനായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് ഈ കാര്യം സംഭവിക്കാം. അപ്പോൾ ഈ കോലത്തിൽ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്നോ നാളെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയണ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ അധികൃതർ, പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് എല്ലാവരും തഹസിൽദാരൊക്കെ വന്നിട്ട് ഓലിങ്ങനെ പോകാമെന്നല്ലാതെ നമ്മൾ 2019-18 കാലഘട്ടത്തിൽ ഇത് പറയൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു ശക്തമായിട്ട് ഇപ്പോഴാണ് നിങ്ങൾ ന്യൂസിൻ്റെ ഈ ന്യൂസ് 8 വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ലൈവായിട്ട് വിടാൻ ഏറ്റവും നമുക്ക് ഒരു ഉപകാരത്തിൽ വരുന്നത്. അതുകൊണ്ട് അനധികൃതമായിട്ടുള്ള ഈ നിർമ്മാണം അല്ലെങ്കിൽ ഈ ഒരു മണ്ണെടുപ്പും ഇതും പൂർണ്ണമായി നിർത്തുന്നവരേക്ക് ഇനി ശക്തമായ പ്രതിഷേധത്തിന് വരുന്നത്. ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇത് ഇത്ര വലുപ്പമില്ല. ഇതിപ്പോൾ ഇതാ പൊട്ടൽ കൂടിയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ മഴ ചെയ്താൽ അത് എന്താ ഉറപ്പുള്ളത്? നിൽക്കുന്ന ഉറപ്പില്ലല്ലോ. അപ്പോൾ അതിന് പെട്ടെന്ന് എന്താ വേണ്ടത് വെച്ചാൽ എമർജൻസി ആയിട്ട് ചെയ്യണം.
തീർച്ചയായും വലിയ ആശങ്കയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം മണ്ണെടുക്കുന്നത്, കല്ല് വെട്ടുന്നത്, കാരണം മണ്ണ് കൂട്ടിയിടുന്നതൊക്കെ വലിയ തോതിൽ തന്നെ പ്രദേശത്തിന് ഭീഷണിയാകുന്നുണ്ട്. ഇതിനൊക്കെ പൂർണ്ണമായും അനുവാദമില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്നാൽ അധികൃതർ ഇക്കാര്യത്തിൽ കണ്ണു തുറക്കണം. അനധികൃത ഖനനങ്ങളൊക്കെ നിർത്തിവെപ്പിക്കും സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അവർക്ക് ആ വാക്ക് പാലിക്കാനാകുമെന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഈ നാട് ഒന്നാകെ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. CV അനുമോദ്, ന്യൂസ് 18. അധ്യാപികമാർ ഉൾപ്പെട്ട വടകര ലഹരി ഇടപാട് കേസിൽ പ്രതി കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ 5 മണി വരെയാണ് കസ്റ്റഡി. കീർത്തനയിൽ നിന്ന് MDMA കണ്ടെടുത്തുകയോ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഇല്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. അതേസമയം തനിക്ക് MDMA ഇടപാടിൽ പങ്കില്ലെന്ന് കീർത്തന ന്യൂസ് 18നോട് പറഞ്ഞു. ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിട്ടില്ല. തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാവുമെന്നും കീർത്തന പറഞ്ഞു. 2 സ്റ്റേറ്റ്മെന്റും കൊയിലാണ്ടിയും ഗ്രാമീണും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് എടുക്കുക. മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നിടത്ത് എല്ലാം സത്യം വിചാരിച്ചിട്ട് മാധ്യമങ്ങൾ അത് അറിയണം. സത്യം നിങ്ങൾ കറക്റ്റായിട്ട് സത്യം. ഇല്ല, പങ്കില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കൊയിലാണ്ടി ഗ്രാമീണ ബാങ്കും കനറ ബാങ്കും കേട്ടോ, അതിന് മൈനസ് ആണ്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിന്റെ അമ്മയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന എല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മനുഷ്യനാണ്. അനീഷ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, ഞാനൊരു അധ്യാപികയാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ് എന്നൊക്കെയാണ് കീർത്തന പറയുന്നത്. കീർത്തനയുടെ പേരിൽ കേസ് ഇല്ല, പ്രതിഭാഗം ബാധിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചോളൂ എന്ന് കീർത്തന പറയുമ്പോൾ കേസിന് എങ്ങോട്ടേക്കാണ്? എന്തായാലും പോലീസ് കസ്റ്റഡിയിലേക്ക് കീർത്തനയെ വിടുന്നുള്ളൂ. തീർച്ചയായും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെയാണ് വടകര പോലീസിന് അന്വേഷണത്തിന്റെ ഭാഗമായി കീർത്തനയെ കൈമാറിയിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. അവിടെ വൈദ്യപരിശോധന നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. എന്തായാലും കോടതിയിൽ അഭിഭാഷകൻ വാദിച്ചത് കീർത്തനയ്ക്ക് ഈ കേസുമായി പങ്കില്ല. സുഹൃത്തായ കാവ്യയുമായി ഒരു സാമ്പത്തിക ഇടപാട് മാത്രം, 5000 രൂപയുടെ ഒരു ഇടപാട് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അത് ഈ കാവ്യയ്ക്ക് കടം കൊടുത്തതാണ്. കാവ്യയുടെ കാമുകന് പണവുമായി ബന്ധപ്പെട്ട എന്തോ ആവശ്യം വന്നപ്പോൾ അത് ചോദിച്ചതിന് നൽകിയത് മാത്രമാണ് എന്നാണ് കോടതിയിൽ അഭിഭാഷകൻ വാദിച്ചത്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ കീർത്തന പറഞ്ഞത്. തനിക്ക് 2 അക്കൗണ്ടുകളാണുള്ളത്. ആ 2 അക്കൗണ്ടുകളും പരിശോധിക്കാം. അതിൽ ലോൺ അക്കൗണ്ട് അടക്കം ഇപ്പോൾ മൈനസായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. താൻ MDMA കടത്തിയിട്ടില്ല, അല്ലെങ്കിൽ MDMAയുടെ ഇടപാട് നടത്തിയിട്ടില്ല. താൻ ഒരു അധ്യാപികയാണ്, ഒപ്പം ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും പ്രതികളെപ്പോഴും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് നമുക്കറിയാം. അഭിഭാഷകരും കോടതിയിൽ അങ്ങനെ തന്നെ വാദിക്കും. പക്ഷേ കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആ തെളിവുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഈ കേസിന്റെ ഈ ഘട്ടത്തിൽ നൽകേണ്ടതുമില്ല. കാരണം കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ പോയില്ലെങ്കിലും കാവ്യയുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊക്കെ ലക്ഷങ്ങൾ ഈ കണ്ണൂർ സ്വദേശിയായ ആൾക്ക് ലഭിച്ചതായി നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൽ വിശദമായ ഡിജിറ്റൽ പരിശോധനകളും ഈ മൊബൈൽ ഫോൺ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളൊക്കെ പുരോഗമിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നാണ് പോലീസ് കോടതിയിൽ വാദിച്ചത്. അക്കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡി വിട്ടു നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 2 ദിവസം പോലീസിന് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിനുള്ള സമയം ലഭിക്കും. മറ്റു പ്രതികളെ ഇവരിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് പിന്നാലെയാവും മറ്റു പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകുക. അതിനുശേഷമാവും എല്ലാ പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള അനുമതിയും കോടതിയിൽ നിന്ന് തേടുക. എന്തായാലും ഈ കീർത്തന ഒഴികെയുള്ള മറ്റു പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് ഉച്ചതിരിഞ്ഞ് വടകര NDPS കോടതിയുടെ പരിഗണനയിൽ വരുന്നുമുണ്ട്. ഹരി, വ്യക്തമാണ്. എന്തായാലും അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് വക്കീൽ നോട്ടീസ് അയച്ച് TI മധുസൂദനൻ. തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി ഓഫീസ് നിർമ്മാണ ഫണ്ട് കണക്ക് വ്യക്തമാക്കിയാണ് വക്കീൽ നോട്ടീസ്. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യം. വി കുഞ്ഞികൃഷ്ണന്റേത് കള്ളക്കണക്കെന്ന് TI മധുസൂദനന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നു. പയ്യന്നൂരിലെ ആക്രമണങ്ങൾക്ക് ഉത്തരവാദി ആരായാലും പിടികൂടണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. മുൻ CPM പ്രവർത്തകൻ പുരുഷോത്തമന്റെ ചെമ്മീൻ ഷെഡ് നശിപ്പിച്ചതിന് പിന്നിൽ TI മധുസൂദനനാണെന്ന് പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? നാരദന്റെ പണി അറിയാവുന്ന ഒറ്റ രാഷ്ട്രീയക്കാരനെ പയ്യന്നൂരിലുള്ളൂ, അതാരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും രാഗേഷ് പറഞ്ഞു. പത്തനംതിട്ടയിൽ 10ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അച്ഛനടക്കം 2 പേർ പിടിയിൽ. പിടിയിലായ മറ്റൊരാൾ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന വാടക കെട്ടിടത്തിന്റെ ഉടമയാണ്. 7 കേസുകളിലായി 7 പ്രതികളാണുള്ളത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനിൽ നിന്ന് ചൂഷണം ഏൽക്കേണ്ടി വന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പ്രതി ഇപ്പോൾ വിദേശത്താണ്. ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. സഹപാഠികളോടാണ് കുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായ കാര്യം പറഞ്ഞത്. തുടർന്ന് CWC വഴി പോലീസിൽ എത്തുകയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഇത്തരം ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു പറഞ്ഞത്. എന്തായാലും സഹപാഠിയോടാണ് പെൺകുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും ഇരയായ വിവരം പങ്കുവച്ചത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ CWC ആണ്
പോലീസിലേക്ക് പരാതി നൽകുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. അച്ഛനടക്കം പെൺകുട്ടിയെ 7 പേർ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ 3 പ്രതികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പെൺകുട്ടിയും കുടുംബവും താമസിച്ച വാടക കെട്ടിടത്തിലെ ഉടമയും ഒപ്പം അതേ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന മറ്റൊരു പ്രതിയും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഒപ്പം ഈ കേസ് മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനാണ് എടുത്തിട്ടുള്ളത്. നിലവിൽ പെരുന്നാട് വെച്ചും ഒരു സംഭവം ഇത്തരത്തിൽ പീഡനം നടന്നു. ഒരു കേസ് പെരുന്നാടാണുള്ളത്. 7 പ്രതികളിൽ ഒരു പ്രതി മരണപ്പെട്ടിട്ടുണ്ട്. ആ പ്രതി പ്രായാധിക്യമുള്ള പ്രതിയാണ്, അതുകൊണ്ട് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ കേസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് കാണുന്നത്. കാരണം പെൺകുട്ടിയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുകയും തുടർന്ന് വൈദ്യ പരിശോധന നടത്തി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് പ്രതികളിലേക്ക് എത്തിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ വിദേശത്താണ്. ഈ അച്ഛനും 5ാം ക്ലാസ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള വിവരം പെൺകുട്ടി പുറത്തു പറഞ്ഞിട്ടുണ്ട്, മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ 7 പ്രതികൾ ചേർന്ന് പെൺകുട്ടിയെ 7ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചു എന്നുള്ള വിവരമാണ് പെൺകുട്ടി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും മലയാലപ്പുഴ പോലീസാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. 6 കേസ് മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനും 1 കേസ് പെരുന്നാട് സ്റ്റേഷനുമാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. 2 പ്രതികൾ ഇപ്പോൾ അറസ്റ്റായിട്ടുണ്ട്. 1 പ്രതി കൂടി അറസ്റ്റിലായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എല്ലാ പ്രതികളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. പെൺകുട്ടിയുടെ അച്ഛൻ വിദേശത്താണ്. ഈ അച്ഛനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സമീപകാലത്ത് കൂടുതൽ സമാനമായ രീതിയിൽ പീഡന കേസിന്റെ പുറത്തു വന്നിരുന്നു. ആ കേസിൽ പലപ്പോഴും പോലീസിന് വീഴ്ച പറ്റി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് നടപടികൾ എടുക്കുകയും പിന്നീട് ആ പ്രതികളെല്ലാം ഈ രക്ഷപ്പെടുകയും ഒപ്പം ഈ പെൺകുട്ടി നൽകിയ മൊഴി തെറ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ പോലീസ് വെട്ടിലായ ഒരു കേസ് കൂടി കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എല്ലാ പഴുതുകളും അടച്ച് പെൺകുട്ടിയുടെ മൊഴി ശേഖരിച്ചു. ഒപ്പം വൈദ്യപരിശോധന നടത്തി എല്ലാ ശാസ്ത്രീയ തെളിവുകളും നടത്തിയതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ഈ പെൺകുട്ടി താമസിച്ച വീട്ടിലെ ഉടമസ്ഥനും ഒപ്പം വാടക വീട്ടിലാണ് ഈ പെൺകുട്ടിയും കുടുംബം താമസിച്ചത്. ആ വീട്ടിലെ വീട്ടുടമസ്ഥനും ഒപ്പം അതേ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന മറ്റൊരു പ്രതിയും കൂടി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. അവർ 2 പേരും അറസ്റ്റിലായിട്ടുണ്ട്. മറ്റൊരു പ്രതിയും അറസ്റ്റിലായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള പ്രതികളെ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗുരുവായൂരിൽ യുവതിയെ കൊലപ്പെടുത്താൻ സ്ത്രീ വേഷത്തിലെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ പ്രധാന പ്രതി പ്രസാദുമായുള്ള അടുപ്പം യുവതി പ്രസാദിന്റെ ഭാര്യയെ അറിയിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രസാദിനൊപ്പമുള്ള ചിത്രങ്ങൾ യുവതി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തത് പ്രകോപനമായി. ഗുരുവായൂരിലെത്തി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ യുവതി താമസിക്കുന്ന സ്ഥലം കണ്ടെത്താൻ പ്രസാദിനും സംഘത്തിനും കഴിഞ്ഞില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിങ്ക് പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന മദ്യപാനിയുടെ അഭ്യാസം. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സംഭവം നടക്കുന്നത്. അരമണിക്കൂറോളം വാഹനത്തിന് മുകളിലിരുന്ന് ആളെ പോലീസ് ഇറക്കിവിട്ടു. പെട്രോളിന്റെ ഭാഗമായിട്ടാണ് പിങ്ക് പോലീസ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ എത്തിയത്. പോലീസുകാർ വാഹനം നിർത്തി പുറത്തുപോയപ്പോഴായിരുന്നു മദ്യപാന്റെ പരാക്രമം. തൃശൂർ കുന്നംകുളത്ത് ബേക്കറിയിൽ കവർച്ച. വിൽക്കാൻ വെച്ചിരുന്ന കുപ്പിവെള്ളവും 1500 രൂപയും മോഷണം പോയി. പുതിയ ബസ് സ്റ്റേഷന്റെ പരിസരത്ത് പ്രവർത്തിക്കുന്ന ഫാമിലി ബേക്കറിയിലാണ് കവർച്ച നടന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ബേക്കറിയുടെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ബേക്കറിയിലെ CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞു. കണ്ണൂർ മമ്പറം കേളാലൂർ മഹാവിഷ്ണു ക്ഷേത്രകുളത്തിൽ ഒരാൾ മുങ്ങി മരിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് ചാലിശ്ശേരിയിൽ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നഴ്സിന് അണലിയുടെ കടിയേറ്റു. ചാവക്കാട് സ്വദേശിനി മിസുരിയയ്ക്കാണ് അണലിയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. എസ്റ്റേറ്റ് പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഡ്യൂട്ടിക്കിടെയാണ് നഴ്സിന് വിഷപ്പാമ്പിന്റെ കടിയേറ്റത്. ഗുരുതരാവസ്ഥയിലായ നമിസുരിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമണ്ണൂർ, കൂറ്റനാട്, എസ്റ്റേറ്റ് പടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം നടന്നത്. തൃശൂർ തളിക്കുളം പത്താംകല്ലിൽ ഓയിൽ മില്ലിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. പത്താംകല്ലിൽ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സാലി ഓയിൽ ഫ്ലവർ മില്ലിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തീപിടുത്തത്തിൽ മില്ലിൽ ഉണ്ടായിരുന്ന മെഷീനറികൾ, ഏകദേശം 400 ലിറ്ററോളം വെളിച്ചെണ്ണ, കൊപ്ര, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.
മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ റാഗിംഗിൽ 5 പേർ അറസ്റ്റിൽ. കറുത്ത ഷൂസ് ധരിച്ചെത്തി എന്ന് പറഞ്ഞാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത്. അറസ്റ്റിലായ മുഴുവൻ പ്രതികളും മലയാളികളാണ്. ആദർശ്, ജസിൻ ഖാദർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ഗുജാരക്കിരയിലെ ചായക്കടയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് മാനേജ്മെന്റും അറിയിച്ചു. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായ സംഭവത്തിലാണിപ്പോൾ 5 പേരെ പാണ്ഡേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്, തൃശൂർ സ്വദേശികളായ 2 പേരെയാണ് ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയാക്കിയത്. മാത്രമല്ല ഇവർക്ക് നേരെ ക്രൂരമായ മർദ്ദനവും ഉണ്ടായി. ഇവർ ഇപ്പോഴും ചികിത്സയിലാണുള്ളത്. ഇതിൽ 5 പേരും, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 5 പേരും മലയാളി വിദ്യാർത്ഥികൾ തന്നെയാണ്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണവും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ കറുത്ത ഷൂസ് ധരിച്ചെത്തിയതിന് മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ മലയാളി വിദ്യാർത്ഥികൾ തന്നെ റാഗിംഗ് ചെയ്യുന്ന സംഭവം ഉണ്ടായത്. ഏതായാലും ഈ വിഷയം പോലീസിൽ പരാതി എത്തിയതോടുകൂടി പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയും ഈ പ്രതികളെ പിടികൂടുകയുമായിരുന്നു. 6 പേരാണ് ഈ കേസിൽ പ്രതികൾ. ഇതിൽ 5 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രതിയെ കൂടി കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം ഈ 6 വിദ്യാർത്ഥികളെയും മംഗളൂരുവിലെ ഈ ശ്രീനിവാസ കോളേജിൽ നിന്നും പുറത്താക്കിയതായി സ്കൂൾ മാനേജ്മെന്റും അറിയിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായാണ് ഈ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു റാഗിംഗ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികളുള്ള ഒരു കോളേജ് കൂടിയാണ് ശ്രീനിവാസ കോളേജ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിംഗ് നടന്നത്. മാത്രമല്ല ഇവർക്ക് നേരെ മർദ്ദനവും ഉണ്ടായി. ഇവരുടെ മാതാപിതാക്കളെ അസഭ്യം പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിംഗ് ഇരയായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ 5 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി കൂടി ഇനി പിടിയിലാകാനുണ്ട്. അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ അന്വേഷണം ഈ ശ്രീനിവാസ കോളേജ് മാത്രമല്ല മംഗളൂരുവിലെ മറ്റ് കോളേജുകളിലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ റാഗിംഗ് നടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തോടു കൂടി കോളേജിലും ആന്റി റാഗിംഗ് സെൽ അതിന്റെ പ്രവർത്തനം സജീവമാക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ക്രൂരമായൊരു റാഗിങ്ങിന് ആണ് ഇത്തരത്തിൽ കോഴിക്കോടും തൃശ്ശൂരുമുള്ള 2 വിദ്യാർത്ഥികൾ ഇരയായത്. ഇതിനെതിരെ കർശന നടപടി കോളേജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. പോലീസും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ മൂതിരക്കണ്ണിയിൽ യുവാവിനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങൽകുത്ത് തവളക്കുഴിപ്പാറ സ്വദേശി സുഗുവാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ മൂതിരക്കണ്ണി കരുണാലയത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 9:30 സംഭവം. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തൃശൂർ പുതുക്കാട് വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന ആരോപണവുമായി കുടുംബം. പട്ടാമ്പി സ്വദേശി റിജാസ് ആണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. എന്നാൽ റിജാസിനെ ബോധപൂർവം ഇടിച്ചിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തിന് 10 മിനിറ്റ് മുമ്പ് ഇടിച്ച വാഹനത്തിലുള്ളവരുമായി റിജാസും സുഹൃത്തും വാക്കുതർക്കമുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യത്തിൽ മകൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കരുതിക്കൂട്ടി തമിഴ്നാട് സ്വദേശികൾ വാഹനം ഇടിപ്പിക്കുകയായിരുന്നുവെന്ന് പിതാവ് പറയുന്നു. സംഭവത്തിൽ കുടുംബം തൃശൂർ റൂറൽ SP-ക്ക് പരാതി നൽകി. റിജാസിനൊപ്പം ഉണ്ടായിരുന്ന യുവതിയാണ് തർക്കമുണ്ടായ കാര്യം പറഞ്ഞത്. വാഹനം ഓടിച്ചവർ മദ്യപിച്ചിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇത് നമുക്ക് പരാതി കൊടുക്കാനുള്ളത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ ഒരു നിസ്സാര ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ പുറകുന്ന ഇടിച്ചിട്ടുള്ളത്. ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. കൊല്ലാൻ ശ്രമിച്ചതല്ല, കൊന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊടുക്കണത്. ഇത് വേറെ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. അവനുമായിട്ട് ഇവർ മുന്നേ കണ്ടോ അല്ലെ ഇവൻ അവരെ കണ്ടോ ഒരു ബന്ധങ്ങളുമില്ല. ഇതെല്ലാം ആ ഒരു 15 മിനിറ്റിനുള്ളിൽ നടന്നുള്ള കാര്യം. എന്താ സംഭവിച്ചെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്? കുട്ടി പറയുന്നു, ഇത്രേ പറയുന്നുള്ളൂ. പോരുമ്പോ വണ്ടി റോഡിലോട്ട് അവർ വെട്ടിച്ച് നോക്കുമ്പോ എന്നാ കാണിക്കുന്നതെന്ന് ഓടിക്കുന്ന ആള് ചോദിച്ചു. അത് പറ്റിയില്ല അവർക്ക്. അത്രേ ഉള്ളൂ. ആ കൊച്ചു പറയുന്ന ആ ഒരു കാര്യം മാത്രമേ കൊച്ചു ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് വണ്ടി ഇങ്ങോട്ട് കയറ്റിയെന്ന് ചോദിച്ചു. പ്രകോപനമായിട്ട് തന്നെ ചോദിച്ച്, അല്ലാണ്ട് ഇതെല്ലാം ചോദിച്ചു. അത് ആ അവന്മാർക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ആ കുട്ടി എങ്ങനെ ചെയ്തത്. അന്തരിച്ച നേപ്പാളി പർവ്വതാരോഹകൻ നിർമ്മൽ പൂർജയെ അനുസ്മരിക്കുകയാണ് ലോകം. നിംസ്ദ എന്നറിയപ്പെട്ടിരുന്ന ലോക പർവ്വതാരോഹണ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരിക്കലും മറക്കും കഴിയില്ല എന്ന് കരുതിയിരുന്ന പർവ്വത ശൃംഖങ്ങളെപ്പോലും കാൽക്കീഴിലാക്കിയ ആ മഹാമനുഷ്യനായിരുന്നു അറിയാം.
അസാധ്യമായ മലകളെ കീഴടക്കിയ മനുഷ്യൻ. ഇംപോസിബിൾ എന്ന വാക്കിനെ പോലും തോൽപ്പിച്ച മൗണ്ടനിയർ. ഒടുവിൽ അതേ മലനിരകളിൽ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അവസാനിച്ചു. നെറ്റ്ഫ്ലിക്സിലെ 14 പീക്സ് നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന ഡോക്യുമെന്ററിയിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ട നേപ്പാളി മൗണ്ടനിയർ നിർമ്മൽ നിംസ് പുർജ ഇനി ഓർമ്മ. ആരായിരുന്നു ഈ ഇതിഹാസ മൗണ്ടനിയർ? ബ്രോഡ് പീക്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പരിശോധിക്കാം. ലോക പർവ്വതാരോഹണ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരുകളിലൊന്നായ നിർമ്മൽ പുർജ അഥവാ നിംസ് ഡേ പാകിസ്ഥാനിലെ ബ്രോഡ് പീക്കിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ മരണപ്പെട്ടത് ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. 8051 മീറ്റർ ഉയരമുള്ള ബ്രോഡ് പീക്കിൽ ഒരു അന്താരാഷ്ട്ര സംഘം കൊടുമുടിയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ഈ ഒരു വൻ മഞ്ഞിടിച്ചിലുണ്ടായത്. പുർജ ഉൾപ്പെടെ 10 മൗണ്ടനിയേഴ്സ് അപകടത്തിൽപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുർജ ഉൾപ്പെടെ നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഏറ്റവും പുതിയ വിവരം പ്രകാരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ സഹായത്തോടെയാണ് 4 മൃതദേഹങ്ങൾ കൂടി ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചത്. ഒരു സാധാരണ മൗണ്ടനിയർ മാത്രമായിരുന്നില്ല അദ്ദേഹം. നേപ്പാളിൽ ജനിച്ച പുർജ ആദ്യം ബ്രിട്ടീഷ് ആർമി ഗൂർഖ റെജിമെന്റിലും പിന്നീട് ബ്രിട്ടന്റെ അതീവ രഹസ്യ സ്പെഷ്യൽ ബോട്ട് സർവീസ് SBS സ്പെഷ്യൽ ഫോഴ്സിലും സേവനം അനുഷ്ഠിച്ചു. സൈനിക ജീവിതം ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം ലോകത്തെ അതിശയിപ്പിച്ച പർവ്വതാരോഹണ നേട്ടങ്ങൾ സ്വന്തമാക്കി. 2019 അദ്ദേഹം ലോകത്തിലെ 14 8,000 മീറ്ററിലധികം ഉയരമുള്ള മലകൾ വെറും 6 മാസം 6 ദിവസം കൊണ്ട് കീഴടക്കി ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ഇത് അസാധ്യമാണ് എന്ന് കരുതിയിരുന്ന ഒരു നേട്ടമായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തിന്റെ ദൗത്യത്തിന് പ്രോജക്ട് പോസിബിൾ എന്ന പേര് ലഭിച്ചത്. ഈ യാത്രയെ ആസ്പദമാക്കിയാണ് പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ 14 പീക്സ് നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത്. അതിലൂടെ നിർമ്മൽ പുർജ ലോകമെമ്പാടും പ്രശസ്തനായി. ഇനി ബ്രോഡ് പീക്കിൽ എന്താണ് സംഭവിച്ചത്? ലോകത്തിലെ 12ാമത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ബ്രോഡ് പീക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ 8000 മീറ്റർ മലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കൊടുമുടിയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് വലിയ മഞ്ഞിടിച്ചിൽ ഉണ്ടായത്. മഞ്ഞിന്റെ വൻ പാളുകൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചതോടെ സംഘം മുഴുവൻ അപകടത്തിൽപ്പെട്ടു. കാലാവസ്ഥയും അതിദുഷ്കരമായ ഭൂപ്രകൃതിയും കാരണം രക്ഷാപ്രവർത്തനം അതീവ വെല്ലുവിളിയായി മാറി. ഡ്രോൺ, ഹെലികോപ്റ്റർ, പ്രാദേശിക ഷെപ്പ സംഘങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് ദിവസങ്ങളോളം നീണ്ട തെരച്ചിൽ നടന്നത്. നിർമ്മൽ പുർജയുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ലോകമെമ്പാടുമുള്ള മൗണ്ടനിയേഴ്സും സർക്കാരുകളും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. നേപ്പാളിൽ മെഴുകുതിരി തെളിയിച്ച് അനുസ്മരണ ചടങ്ങുകളും നടന്നു. പല പ്രമുഖ മൗണ്ടനിയേഴ്സും അദ്ദേഹത്തെ ഒരു തലമുറയെ പ്രചോദിപ്പിച്ച മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ചില മനുഷ്യർ സ്വന്തം നേട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല ചരിത്രത്തിൽ ഇടം നേടുന്നത്, ഇംപോസിബിൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റിയതുകൊണ്ടാണ്. നിർമ്മൽ പുർജ അത്തരമൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്ര അവസാനിച്ചിരിക്കാം, പക്ഷേ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മൗണ്ടനിയേഴ്സിന് അദ്ദേഹം നൽകിയ പ്രചോദനം ഒരിക്കലും അവസാനിക്കില്ല. മലകൾ കീഴടക്കാൻ മാത്രമല്ല, സ്വന്തം ഭയങ്ങളെ കീഴടക്കാനും അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും. എറണാകുളം കോതമംഗലത്തിന് സമീപം പിടവൂരിലെ വെറും 11 സെന്റ് സ്ഥലത്ത് മാതൃകാ കൃഷി ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ മിക്ക കാർഷിക ഉൽപ്പന്നങ്ങളും ഈ ചെറിയ പുരയിടത്തിൽ നിന്ന് തന്നെ ലഭ്യമാക്കുകയാണ് റഷീദ്. കോതമംഗലത്തിന് സമീപം പിടവൂരിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ റഷീദിൻ്റെ വീട്ടുമുറ്റം കണ്ടാൽ ആരും ഒന്ന് അമ്പരക്കും. വെറും 11 സെന്റ് സ്ഥലത്താണ് വൈവിധ്യമാർന്ന കൃഷികൾ ഒരുക്കിയിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായത് വീടിന് മുന്നിലെ പന്തലിലാകെ പടർന്നു നിൽക്കുന്ന മുന്തിരിവള്ളികളും കുലകളുമാണ്. മുന്തിരിക്ക് പുറമെ കപ്പ, ചേന, ചേമ്പ്, വാഴ, തെങ്ങ്, മാവ്, പ്ലാവ്, റംബൂട്ടാൻ, പേര, മുരിങ്ങ, വിവിധയിനം പച്ചക്കറികൾ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ ഒട്ടുമിക്ക വിളകളും ഈ കൊച്ചു പുരയിടത്തിൽ വിളയുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിലാണ് കൃഷി പരിപാലനമെന്ന് റഷീദ് പറയുന്നു. ചെറുപ്പം മുതലുള്ള കൃഷിയോടുള്ള താല്പര്യവും നല്ല ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹവുമാണ് ഇന്ന് ഈ മാതൃകാ കൃഷിയിടത്തിലേക്ക് എത്തിച്ചതെന്ന് റഷീദ് പറഞ്ഞു. എനിക്ക് കൃഷികളോട് ചെറിയ താല്പര്യങ്ങളുള്ള ആളാണ്. പിന്നെ ഓട്ടോ ഓടിച്ചാണ് ജീവിതം പോണേ. നമ്മുടെ വീട്ടിലാവശ്യത്തിനുള്ള പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ജൈവ കർഷകനായ റഷീദ് നാടിൻ്റെ അഭിമാനമാണെന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നാട്ടുകാർക്കും ലഭിക്കുന്നുണ്ടെന്നും പ്രദേശവാസിയായ കരീം പറഞ്ഞു. ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങളും റഷീദിന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്. രാവിലെ 5 മണിക്ക് പുള്ളി പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കൃഷിയാണ് പുള്ളിയുടെ ജീവിതം. പുള്ളി മാത്രമല്ല, പുള്ളിയുടെ ഭാര്യയും കുട്ടിയുണ്ട്, അവൾക്കും കൃഷിയാണ് വലിയ താല്പര്യമുള്ള ഒരു കുടുംബമാണ്. ഓട്ടോറിക്ഷയുടെ സ്റ്റിയറിംഗിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് കടന്നു വന്ന റഷീദ് അധ്വാനവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ചെറിയൊരു പുരയിടം പോലും സമൃദ്ധിയുടെ മാതൃകയാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കോതമംഗലം. എറണാകുളം കോതമംഗലം മൺസൂൺ മാജിക്കിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാമലക്കണ്ടം
കൊയിനിപ്പാറ ഓഫ് റോഡ് ഡ്രൈവ് സാഹസിക വിനോദസഞ്ചാരത്തിന്റെ വേറിട്ട കാഴ്ചയായി മാറി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഓഫ് റോഡ് വാഹനപ്രേമികളുടെയും പ്രദേശവാസികളുടെയും വൻ പങ്കാളിത്തം പരിപാടിയെ ശ്രദ്ധേയമാക്കി. പ്രശസ്ത സിനിമാ താരം ടിനി ടോം ഓഫ് റോഡ് ഡ്രൈവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോതമംഗലം MLA ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ഒരു 3 രാത്രി ഇവിടെ തങ്ങിയിരുന്നു. ഞാൻ ഉടനെ തന്നെ ഇവിടുത്തെ കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിൻ്റെ മണ്ഡലമാണത് പറയുകയും അദ്ദേഹം ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട്, അതായത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനം എടുക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മൺസൂൺ മാജിക് എന്ന പേരിൽ ഇവിടെ ഒരു ഓഫ് റൈഡിങ്, അത് ഏകദേശം എത്ര വണ്ടികൾ വന്നിട്ടുണ്ട്, ഓഫ് റോഡ് വന്ന് നമ്മൾ സ്വന്തം വണ്ടികൾ കൊണ്ടുവന്നിട്ട് വരാൻ റിസ്ക്കാണ്. കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡിങ് ആണ്. എനിക്ക് ഓഫ് റോഡ് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഓഫ് റോഡ് വരിക മാത്രമല്ല, അങ്ങ് അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ നിന്നിട്ട് ഈ ഭൂമി ഒന്ന് കാണുക, പ്രകൃതി ഒന്ന് കാണുക. തിരുവനന്തപുരം വെങ്ങാനൂരിൽ മുളക് കൃഷിയിൽ 100 മേനി. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടെ ഇടം നേടിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളക് എന്ന സ്ഥാനം നേടിയിട്ടുള്ള പ്രേതമുളകാണ് കൃഷി ചെയ്തത്. വെങ്ങാനൂരിലെ പ്രൊഫസർ A ഗംഗാപ്രസാദിന്റെ വീട്ടുമുറ്റത്തെ ചെടിച്ചട്ടിയിലാണ് ഭൂത് ജൊലോക്കിയ അഥവാ ഗോസ്റ്റ് പെപ്പർ എന്ന ഇനം മുളക് വിളഞ്ഞത്. സാധാരണ മാലി മുളകിനോട് സാദൃശ്യമുള്ള ക്യാപ്സിക്കം ചൈനീസ് എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള മുളകിന്റെ എരിവിനേക്കാൾ 100 മടങ്ങ് കൂടുതലാണ് ഇതിന് എന്നതാണ് പ്രത്യേകത. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം, നാഗാലാൻഡ്, മേഘാലയ എന്നിവിടങ്ങളിലാണ് ഇവ കൂടുതലായി കൃഷി ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കയറ്റി അയക്കുന്ന ഇനമാണിത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നടന്ന സെമിനാറിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച മുളകിൽ നിന്നും എടുത്ത വിത്തുകൾ പാകിയെങ്കിലും ഒരെണ്ണം മാത്രമാണ് മുളച്ചതെന്ന് ഗംഗാപ്രസാദ് പറയുന്നു. ഇത് നല്ല ഓർണമെന്റൽ വാല്യൂയും കൂടെ ഉള്ളതാണ്. കാരണം നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഇത് പറിക്കാൻ തന്നെ തോന്നുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ മലനിരകളോട് കൂടിയ ഭൂപ്രകൃതിയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ ഇത് വളരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ തീരപ്രദേശത്തോട് ഉള്ള വെങ്ങാനൂരാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഇത് ഭംഗിയായിട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ഇത് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് ഇതൊരു വരുമാന മാർഗമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആദ്യം ഇലകൾക്ക് വെള്ള നിറമായിരുന്നുവെന്നും ക്രമേണ പച്ച നിറമാവുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. വിത്തുപാകി 3 മാസത്തിനിടയിൽ പൂവിട്ട് കായ്ച്ചു. കേരള സർവകലാശാലയിലെ ബോട്ടണി വിഭാഗം പ്രൊഫസറായിരുന്നു ഗംഗാപ്രസാദ്. ന്യൂസ് 18 തിരുവനന്തപുരം.